രാജ്യത്തിന്റെ സുരക്ഷയുടെ ഭാഗമായി സൈനിക ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുത്ത സ്മാർട്ട് ഫോൺ നൽകുന്നതിന്റെ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ രാജ്യം. സുരക്ഷ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുത്ത സ്മാർട്ട് ഫോണായ സംഭവ് കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുന്നത്. സുരക്ഷിതമായ ആശയവിനിമയത്തിന്റെ ഭാഗമായി ഇതുവരെ 30,000 സൈനിക ഉദ്യോഗസ്ഥർക്ക് സംഭവ് സ്മാർട്ട് ഫോണുകൾ ലഭിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2024 ഒക്ടോബറിൽ ചൈനയുമായി നടന്ന ചർച്ചയ്ക്കിടെ സൈന്യം സംഭവ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചിരുന്നതായി കരസേനാ മേധാവി ജനറൽ അറിയിച്ചിരുന്നു. എന്താണ് ഈ സംഭവ് സ്മാർട്ട് ഫോൺ? സൈന്യത്തിനകത്തെ ആശയവിനിമയം സുരക്ഷിതമാക്കുന്നതിനും സുപ്രധാന വിവരങ്ങൾ ചോരുന്നത് തടയാനുമാണ് ഈ സ്മാർട്ട് ഫോണുകൾ വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യൻ ആർമിയാണ് സംഭവ് സ്മാർട്ട് ഫോണുകൾ വികസിപ്പിച്ചെടുത്തത്. പ്രമുഖ അക്കാദമിക് സ്ഥാപനങ്ങളുടെയും വ്യവസായ വിദഗ്ധരുടെയും പങ്കാളിത്തത്തോടെയാണ് ഇന്ത്യൻ സൈന്യം ഈ സംഭവ് സ്മാർട്ട് ഫോണുകൾ വികസിപ്പിച്ചെടുത്തത്. പൂർണ്ണമായും എൻക്രിപ്റ്റ് ചെയ്ത ഫോണാണ് ഈ സംഭവ് എന്ന് പറയുന്നത്. 5G ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഈ ഫോണിലുണ്ട്. ഇത് എൻഡ് ടു എൻഡ് സുരക്ഷിത എക്കോസിസ്റ്റം നൽകുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. സംഭവ് എന്നത് സെക്യൂർ ആർമി മൊബൈൽ ഭാരത് പതിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഫോണുകളിൽ സൈന്യം വികസിപ്പിച്ചെടുത്ത എംസിഗ്മ പോലെയുള്ള ആപ്ലിക്കേഷനുകളുമുണ്ട്. ഇത് വാട്സപ്പിന് തുല്യമായ ആപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിലൂടെ സന്ദേശങ്ങൾ, രേഖകൾ, ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ പങ്കിടാനും സാധിക്കും. ആപ്പ് പൂർണ്ണമായും സുരക്ഷിതമാണെന്നാണ് അധികൃതരുടെ വാദം. മേഖലയിലെ എല്ലാ പ്രധാന ഉദ്യോഗസ്ഥരുടെയും നമ്പറുകൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എയർടെൽ, ജിയോ നെറ്റ്വർക്കുകളിലാണ് ഈ സംഭവ് ഫോണുകൾ പ്രവർത്തിക്കുന്നത്. ഇതുവഴി ഡേറ്റ സുരക്ഷയും ഉറപ്പാക്കുകയാണ് അധികൃതർ. അതിർത്തി പ്രദേശങ്ങളിലും ഉൾഗ്രാമങ്ങളിൽ പോലും സംഭവ് ഫോണുകൾ ഉറപ്പാക്കുമെന്നാണ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.